പ്രിയമുള്ളവരെ, പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യം ചൂടപ്പം പോലെ അങ്ങ് പറയാം എന്ന് വെച്ചു. മറ്റൊന്നുമല്ല, അതായത് ഞാനിപ്പോൾ ഇത് പറയുന്നത് എല്ലാ പേർക്കും വേണ്ടിയിട്ടല്ല. ഒരു പ്രത്യേക റിലേഷൻഷിപ്പിലായിരിക്കുകയും അത് ബ്രേക്കപ്പ് ആവുകയും പിന്നീട് വേർപിരിഞ്ഞ് പോകേണ്ടി വരികയും ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഡൈവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉള്ള ഒരു നല്ല ഒരു പീസ്ഫുൾ അഡ്വൈസാണ്. അതായത് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മറക്കാൻ പറ്റുന്നില്ല, പഴയ കാര്യങ്ങളൊക്കെ മൈൻഡിലിങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു. അതെപ്പോഴും ഉണ്ടാകും. പക്ഷേ ഒരു പീസ്ഫുൾ സജഷൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് എല്ലാ പേർക്കും വേണ്ടിയിട്ടുള്ള കാര്യമല്ല, പർട്ടിക്കുലർ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഉള്ളത് മാത്രമാണ്. അതായത് ഒരാളെ മറക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പേരെ ഓർക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. ഈ ഒരാളെ അല്ല, നിങ്ങൾ ഒരുപാട് പേരെ ഓർക്കുക, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. കുറച്ച് നാൾ ഇത് ഫോഴ്സ്ഫുള്ളി ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ബൈ ആൻഡ് ബൈ ആ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഓർമ്മകൾ, ആ മറക്കാൻ പറ്റാത്ത ആ ഒരു സിംഗിൾ പേഴ്സണിൽ മാത്രമായി ഒതുങ്ങി നിന്ന നിങ്ങളുടെ ഓർമ്മകൾ പലരിലേക്കായിട്ട് സ്പ്രെഡ് ആവുകയാണ്. ആ ഒരാളെ മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആ ഒരാളെ മാത്രം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലവും നിങ്ങളുടെ ലൈഫ് ആ ഒരാളിൽ മാത്രം ആശ്രയിച്ചായിരുന്നു. അവരായിരുന്നു നിങ്ങളുടെ നിങ്ങൾ അവരെ ആശ്രയിച്ചായിരുന്നു നിങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ നിങ്ങൾ മറ്റാരെയും കുറിച്ച് നിങ്ങൾ ബോധേഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരാൾ മാറിയപ്പോൾ നിങ്ങൾക്ക് ഇത്ര പെയിൻ ഉണ്ടായത്, നിങ്ങളിത്ര വേദനിക്കാൻ ഇടവരുന്നത്. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ചെയ്യാനുള്ളത്, ഈ മറക്കാൻ പറ്റാത്ത ഒരാൾക്ക് പകരം നിങ്ങൾ ഒരുപാട് പേരെ ഓർക്കുക, ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക എന്നത് തന്നെയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക, മനസ്സിലാക്കാൻ പറ്റും.